നമ്മൾ എക്സാം എക്സ്പ്രസ് സീരീസിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഗട്ടിൽ പ്രസന്റ് ആയിട്ടുള്ള 5HT4 റിസപ്റ്ററിനെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? 5HT4 റിസപ്റ്റേഴ്സിനെയും 5HT3 റിസപ്റ്റേഴ്സിനെയും ഇവർ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പ്രോട്ടമീൻ സൾഫേറ്റ് എങ്ങനെയാണ് നമ്മുടെ ഹെപ്പാരിൻ ഓവർഡോസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള നമ്മുടെ സൈറ്റോടോക്സിക് ഏജന്റ്സ് എടുക്കുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസൽ സെൽസിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. നമ്മൾ എക്സാം എക്സ്പ്രസ് സീരീസിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അത്രയും നന്നായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The smooth muscle stimulating action of 5-hydroxytryptamine is most marked in the options. Option A bronchi, option B intestines, option C ureter, option D biliary tract. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. 5HT എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം 5-hydroxytryptamine ആണ് നമ്മൾ 5HT എന്ന് പറയാം, അല്ലെങ്കിൽ സെറോട്ടോണിൻ അല്ലെ. അപ്പൊ സെറോട്ടോണിന്റെ ഒരു സ്മൂത്ത് മസിൽ സ്റ്റിമുലേറ്റിംഗ് ആക്ഷൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ളത് എവിടെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ ബ്രോങ്കൈ, ഇൻഡസ്റ്റൈൻസ്, യുറേറ്റർ, ബിലിയറി ട്രാക്ട്. ഏതായിരിക്കും ആൻസർ? ജസ്റ്റ് ഗസ് ചെയ്യാവോ? അറിയാവുന്നവരൊന്ന് പറഞ്ഞേ, ഏതായിരിക്കും ആൻസർ? ആൻസർ ഓപ്ഷൻ ബി, ഇൻഡസ്റ്റൈൻ ആണ്. നമുക്കറിയാം നമ്മുടെ ഗട്ടിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസപ്റ്റർ ആണ് 5HT റിസപ്റ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ നടക്കുന്ന എന്താണ്? സെറോട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ GI മോട്ടിലിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇൻഡസ്റ്റൈൻസിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇൻഡസ്റ്റൈൻസിൽ പ്രസന്റ് ആയി നമ്മൾ ഗട്ടിൽ പ്രസന്റ് ആയിട്ടുള്ള 5HT4 റിസപ്റ്ററിനെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? 5HT4 റിസപ്റ്റേഴ്സിനെയും 5HT3 റിസപ്റ്റേഴ്സിനെയും ഇവർ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പുറകെ ആയിട്ട് എന്താ സംഭവിക്കുക? ഇൻഡസ്റ്റൈൻസിലെ സ്മൂത്ത് മസിൽസിന്റെ ഒരു കോൺട്രാക്ഷൻ, അങ്ങനെ എന്താണ് പെരിസ്റ്റാൾസിസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് സെറോട്ടോണിൻ ഇൻഡസ്റ്റൈൻസിൽ ആക്ട്. സ്മൂത്ത് മസിൽ സ്റ്റിമുലേറ്റിംഗ് ആക്ഷൻ ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ്? സെറോട്ടോണിൻ്റെ. ഓപ്ഷൻസിൽ ഒരു മാർക്ഡ് ആക്ഷൻ കാണിക്കുന്നത് ഇൻഡസ്റ്റൈൻസിലാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഏതൊക്കെയായിരുന്നു ബാക്കിയുള്ള ഓപ്ഷൻസ്? ഇതിനകത്ത് യുറേറ്റർ വരുന്നുണ്ട്, ബ്രോങ്കൈ വരുന്നുണ്ട്, ബിലിയറി ട്രാക്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഇൻഡസ്റ്റൈൻസിൽ കാണിക്കുന്ന അത്രയും സിഗ്നിഫിക്കന്റ് എഫക്ട് ബാക്കി ഒന്നിലും വരുന്നില്ല. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഇൻഡസ്റ്റൈൻ. ക്ലിയർ ആയോ? ഗട്ടിലുള്ള 5HT3 റിസപ്റ്ററിലും 5HT4 റിസപ്റ്റേഴ്സിലും ആ റിസപ്റ്റേഴ്സിനെ ഇവർ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സെറോട്ടോണിൻ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റിനെ അത് കൂട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ആക്ഷൻ വരുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: Which of the following drugs is used for the reversal of heparin overdose? ഹെപ്പാരിൻ ഓവർഡോസിനെ റിവേഴ്സ് ചെയ്യുന്ന ഡ്രഗ് ഏതാണെന്നാണ്. വേറെ രീതി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഹെപ്പാരിൻ ഓവർഡോസിന് നമ്മൾ കൊടുക്കുന്ന ആന്റിഡോട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ഡാബിഗാട്രൻ, ഓപ്ഷൻ ബി ട്രനക്സമിക് ആസിഡ്, ഓപ്ഷൻ സി വൈറ്റമിൻ കെ ആൻഡ് ഓപ്ഷൻ ഡി പ്രോട്ടമീൻ സൾഫേറ്റ്. ഏതായിരിക്കും? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറെ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും ആൻസർ? ഹെപ്പാരിൻ ഓവർഡോസിനെ റിവേഴ്സ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നത് ഏതാണ്? പ്രോട്ടമീൻ സൾഫേറ്റ് ആണ് അല്ലെ. പ്രോട്ടമീൻ സൾഫേറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, പ്രോട്ടമീൻ സൾഫേറ്റ് എങ്ങനെയാണ് നമ്മുടെ ഹെപ്പാരിൻ ഓവർഡോസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഹെപ്പാരിൻ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെപ്പാരിൻ പ്രോട്ടമീൻ കോംപ്ലക്സ് ഫോം ചെയ്യും. അതായത് വേറെ രീതി പറഞ്ഞാൽ ഹെപ്പാരിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയുവാണ്. അപ്പൊ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു 1 മില്ലിഗ്രാം പ്രോട്ടമീൻ സൾഫേറ്റിന് ഏകദേശം 100 യൂണിറ്റ്സ് ഓഫ് ഹെപ്പാരിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. ഓക്കെ, നമ്മൾ IV ആയിട്ടാണ്, സ്ലോ IV ഇഞ്ചക്ഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അഡ്വേഴ്സ് എഫക്ട്സ് വരാൻ ചാൻസ് ഉള്ള അഡ്വേഴ്സ് എഫക്ട്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്, ആ ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലോ IV ആയിട്ട് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഹെപ്പാരിൻ ഓവർഡോസിന് കൊടുക്കുന്ന ഡ്രഗ് ഏതാണെന്നായിരുന്നു. ആൻസർ ഇസ് ഓപ്ഷൻ ഡി, പ്രോട്ടമീൻ സൾഫേറ്റ്. വൈറ്റമിൻ കെ എന്തിലാണ്? വാർഫാരിൻ വൈറ്റമിൻ കെ ഇന്ററാക്ഷൻ ആണല്ലേ വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ പ്രോട്ടമീൻ സൾഫേറ്റ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ മനസ്സിലായല്ലോ, അല്ലെങ്കിൽ അത് ആക്ട് ചെയ്യുന്ന ഒരു രീതി മനസ്സിലായല്ലോ. ഒരു കോംപ്ലക്സ് ഫോർമേഷൻ വഴി ഹെപ്പാരിനെ പ്രോട്ടമീൻ ന്യൂട്രലൈസ് ചെയ്ത് കളയും. ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യൻ ഒക്കെ കുറെ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം.
the most important receptor involved in cytotoxic drug-induced vomiting. അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ ക്യാൻസർ കേസിലൊക്കെ അല്ലെ ആന്റി ക്യാൻസർ ഡ്രഗ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്താണ് വോമിറ്റിംഗ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സൈറ്റോടോക്സിക് ഡ്രഗ്സ് നമ്മൾ നോർമലി കൊടുക്കുന്നത് ക്യാൻസർ തെറാപ്പിയുടെ ഭാഗമായിട്ടാണ്, കീമോതെറാപ്പി അല്ലെ. അപ്പോ ആ ഒരു കേസിൽ വോമിറ്റിംഗ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സൈറ്റോടോക്സിക് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ള റിസപ്റ്റർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈറ്റോടോക്സിക് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗിൽ ഇൻവോൾവ് ആവുന്ന റിസപ്റ്റർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹിസ്റ്റമിൻ H1 റിസപ്റ്റർ, ഓപ്ഷൻ ബി സെറോട്ടോണിൻ 5-HT3 റിസപ്റ്റർ, ഓപ്ഷൻ സി ഡോപ്പമിൻ D2 റിസപ്റ്റർ ആൻഡ് ഓപ്ഷൻ ഡി ഒപ്പിയോയിഡ്. ഒപ്പിയോയിഡ് എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന റിസപ്റ്ററിനെ മ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ ആണ് അല്ലെ. ഒപ്പിയോയിഡ് മ്യൂ റിസപ്റ്റർ. ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ് റൈറ്റ് ആൻസർ? ഇസ് ഓപ്ഷൻ ബി സെറോട്ടോണിൻ 5-HT3 റിസപ്റ്റർ. നമുക്ക് നോക്കിയാലോ, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കിയാലോ. അപ്പോ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ആൻസർ നമ്മൾ പറഞ്ഞു 5-HT3 അല്ലെ, സെറോട്ടോണിൻ റിസപ്റ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ സൈറ്റോടോക്സിക് ഡ്രഗ്സ് ആയിട്ടുള്ള ഇപ്പൊ സിസ്പ്ലാറ്റിൻ ഒക്കെ എന്താണ്, പ്ലാറ്റിനം കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ സൈറ്റോടോക്സിക് ഏജൻസ് എടുക്കുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസൽ സെൽസിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്താണ്, അതുപോലെ എൻറ്ററോക്രൊമാഫിൻ സെൽസിൽ നിന്നുള്ള സെറോട്ടോണിൻ റിലീസും അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ സെറോട്ടോണിൻ അവിടെ റിലീസ് ആയല്ലോ. നമുക്കറിയാം സെറോട്ടോണിൻ എന്ന് പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതുപോലെ ഈ സെറോട്ടോണിൻ എന്ത് ചെയ്യും? നമ്മുടെ 5-HT3 റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. എവിടെ പ്രസന്റ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സിനെയാണ്? നമ്മുടെ മെഡുല്ലയിൽ പ്രസന്റ് ആയിട്ട്, മെഡുല്ലയിലുള്ള കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ അല്ലെ, CTZ, ഈ ഒരു ഏരിയയിലുള്ള 5-HT3 റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് വേഗൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കും. അങ്ങനെ എന്താണ്, വോമിറ്റിംഗ് റിഫ്ലെക്സ് ഉണ്ടാവും. അങ്ങനെ വോമിറ്റിംഗിലേക്ക് അത് ലീഡ് ചെയ്യും. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള ക്യാൻസർ തെറാപ്പിയുടെ ഒക്കെ സമയത്ത് ഡ്രഗ്സ് എടുക്കുമ്പോൾ നമുക്ക് വോമിറ്റിംഗ് വരുന്നത് എങ്ങനെയാണ് ഇതുപോലെയുള്ള ഡ്രഗ്സ് എടുക്കുന്ന ഭാഗമായിട്ട് ഡ്രഗ്സ് എന്ത് ചെയ്യും? GI മ്യൂക്കോസൽ സെൽസിനെ ഡാമേജ് ചെയ്യും. അതുപോലെ തന്നെ എൻറ്ററോക്രൊമാഫിൻ സെൽസിൽ നിന്നുള്ള സെറോട്ടോണിന്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. സെറോട്ടോണിൻ ചെന്നിട്ട് നമ്മുടെ ബ്രെയിനിലെ മെഡുല്ല ഒബ്ലോങ്ങേറ്റ റീജിയനിലെ കീമോ റിസപ്റ്റർ ട്രിഗർ സോൺസിൽ പ്രസന്റ് ആയിട്ടുള്ള 5-HT3 റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. ആക്ടിവേഷന്റെ ഭാഗമായിട്ട് എന്താണ്, നമുക്കറിയാം മെഡുല്ലയിലെ കീമോ റിസപ്റ്റർ ട്രിഗർ സോണിലാണ് വോമിറ്റിംഗ് റിഫ്ലെക്സ് ഉണ്ടാവുന്നത് അല്ലെ. വോമിറ്റിംഗ് റിഫ്ലെക്സ് ഉണ്ടായി, അങ്ങനെയാണ് വോമിറ്റിംഗ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ആ 5-HT3 റിസപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ട് സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് ഈ വോമിറ്റിംഗ് ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കുന്ന ഏതാണ്? 5-HT3 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ്. 5-HT3 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് കൊടുത്താൽ എന്താ? 5-HT3 റിസപ്റ്ററിനെ ചെന്ന് ബ്ലോക്ക് ചെയ്യും. അപ്പൊ സെറോട്ടോണിന്റെ ആക്ഷൻ കാണിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. സോ 5-HT3 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള ഒണ്ടാൻസെട്രോൺ, ഗ്രാനിസെട്രോൺ, പാലനോസെട്രോൺ പോലുള്ള ഡ്രഗ്സ് ആണ് നമ്മൾ എന്താണ് സൈറ്റോടോക്സിക് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗിന്റെ കേസിൽ ആന്റി-എമെറ്റിക് ഏജൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ സൈറ്റോടോക്സിക് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗിന്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് ഏതാണ്? 5-HT3 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആയിട്ടുള്ള ഒണ്ടാൻസെട്രോൺ, ഗ്രാനിസെട്രോൺ ആൻഡ് പാലനോസ്ട്രോൺ. ക്ലിയർ ആയല്ലോ. സെട്രോൺ വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന ഡ്രഗ്സ് ആയിരിക്കും കേട്ടോ. നോക്കി, വളരെ എളുപ്പമുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻസ് 3 ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഏതൊക്കെ സോഴ്സ് ചെയ്യുന്ന എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നോ അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആണത്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്യുക, പഠിക്കുന്ന ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്ത് പോവുക. ഓക്കെ, സോ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. ബൈ.